പെണ്ണുങ്ങളാണ് സഹിക്കണം. നിങ്ങൾ കുറച്ച് അടങ്ങി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരൊന്നും ചെയ്യില്ല. അത് മുന്നേ പറയുന്നതല്ലേ. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചേട്ടാ, ഒന്ന് കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, കുറെ പേർക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ അത് ഞാൻ ഹാൻഡിൽ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എന്തായാലും അപ്പൊ രണ്ടും ആക്സെപ്റ്റ് ചെയ്ത് പോവാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതന്നെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ താരം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സമകാലീന പ്രസക്തി അങ്ങനെ എന്തെങ്കിലും പറയാം, സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാമല്ലോ. എനിക്ക് ചോദിക്കാം. എനിക്ക് എത്ര അറിവുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇപ്പൊ നടക്കുന്ന വിഷയത്തില് ഞാനൊരു കാര്യം ചോദിക്കുന്നത് അതിന് അഭിപ്രായം പറഞ്ഞാൽ മതി. ആണോ? ഓക്കെ. ഇപ്പൊ നടക്കുന്ന കാര്യമൊക്കെ അറിയുന്നുണ്ടല്ലോ. ഇപ്പം ബസ്സിലെ ഒരു ഇഷ്യൂ, സൂയിസൈഡ് നടന്നു, ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു, ഓക്കെയാണ്. പക്ഷെ ഒരു മറുവശത്ത് വേറൊരു വശം കൂടി അതിനുണ്ട്. പുരുഷന്മാര് മുഴുവൻ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. ഇപ്പം കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് കയറുന്നു. അപ്പൊ ഒരു വശത്ത് സ്ത്രീകൾ ഇത്രയും നാളും അനുഭവിച്ചതൊക്കെ നോർമലൈസ് ചെയ്യുന്ന രീതി ഇനി അനുഭവിക്കാനിരിക്കുന്നതും എന്തായാലും ഇനിയും സെക്ഷൽ അബ്യൂസുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ബസ്സുകളിലും. അപ്പൊ അതിനെ നോർമലൈസ് ചെയ്ത് പോകുന്ന പോലെ തോന്നിയോ? അത് മുന്നേ ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും പെണ്ണുങ്ങളാണ് സഹിക്കണം. നിങ്ങൾ കുറച്ച് അടങ്ങി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരൊന്നും ചെയ്യില്ല. അത് മുന്നേ പറയുന്നതല്ലേ. അതാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണല്ലോ പുരുഷന്മാര്. അവർക്ക് ഇനി ബസ്സിൽ കയറാൻ പേടിയാണ്. അത് ഞാനും കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളെ അങ്ങനെ ചെയ്യുന്നവരെ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കണ്ടു. അപ്പൊ നമ്മൾ എന്തായാലും ഞരമ്പന്മാരെ വന്നിട്ടില്ലല്ലോ. അതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലുള്ള അഭിപ്രായമാണോ ചോദിച്ചത്? അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വലിയ ആളൊന്നല്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതെ, നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. ഇപ്പൊ എനിക്കടക്കം ബസ് കയറും. ഈ അടുത്ത് ഞങ്ങൾ പോയ ടൈമിലും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ ബസ് ആവുമ്പോ ചിലപ്പോ അതായത് മറ്റേ വഴിക്കൂടെ പോകുമ്പോഴും സ്പീഡും അതൊക്കെ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്തു എന്നൊക്കെ വരാം. ഇപ്പൊ അതായത് പിന്നെ ഞങ്ങൾക്കൊരു അനുഭവം, അതായത് ഞങ്ങൾ കാലിക്കറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന ടൈം ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനും മിരനൊക്കെയാണ് അടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് തൊട്ടിപ്പുറം ഒരാൾ വന്നിരുന്നു. അപ്പൊ ആളുടെ തൊട്ടിപ്പുറം ഞാനാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതേപോലെ തന്നെ എനിക്കൊരു നെഗ് സാധനം വന്നു. പക്ഷെ എനിക്ക് അറിയില്ല ഇനിയിപ്പോ ആൾ ഇന്റൻഷനലി ചെയ്യുന്നതാണോ, അതായത് ബസ് ഇനിയിപ്പോ ബ്രേക്ക് ഇടുമ്പോൾ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ മിരനോട് പറഞ്ഞു, എടി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാണോ? അപ്പൊ അവൾക്ക് ഒരു ഡൗട്ട്, എടി വേണ്ട, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് ആളൊന്നും ചെയ്യാത്തതുകൊണ്ട് ആളാളുടെ സ്റ്റോപ്പായപ്പോ ഇറങ്ങിപ്പോയി. നമ്മളൊന്നും ചെയ്തില്ല. എനിക്ക് ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ ഇതുപോലെ. പക്ഷെ അയാള് ഇന്റൻഷനലി ചെയ്തതാ. പക്ഷെ വരുത്തി തീർക്കാൻ നോക്കുന്ന ഈ ബ്രേക്ക് പുള്ളി അപ്പുറത്തെ സീറ്റ് ഇരുന്ന ആള് ആരുമില്ലല്ലോ എന്ന് കണ്ടിട്ട് പതുക്കെ എണീച്ച് എന്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഇങ്ങനെ അത് നമുക്ക് അറിയാലോ. ഇപ്പൊ നമ്മൾ ഒരാള് തൊടുന്നതും ഏത് രീതിയിലാണ് നമുക്ക് അറിയാലോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് ഭയങ്കര എന്തോ ഒരു നെഗ് അടിക്കുകയും ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ ഇന്റൻഷനലി ചെയ്യുന്നല്ലോ. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചേട്ടാ, ഒന്ന് കുറച്ച് നീങ്ങി. അതെ, നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.